നമസ്കാരം. എംബ്രേസ് ലൈഫിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് റോഡ് അപകടങ്ങളെ പറ്റി അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് നമ്മൾ കാണുന്നത് എന്നാൽ ഈ ടോട്ടൽ നമ്പറുകളോ അല്ലെങ്കിൽ അതിൻ്റെ എത്ര വലുതാണ് അതെന്ന് കാര്യങ്ങളോ റോഡ് അപകടം പോലെ 4000-ലധികം ആളുകൾ കേരളത്തിൽ ഓരോ വർഷവും റോഡ് അപകടത്തിൽ മരിക്കുന്നുണ്ട്. കോവിഡിൻ്റെ സമയത്താണ് കുറച്ച് കുറഞ്ഞിട്ടുള്ളത്. വാഹനങ്ങൾ ഓടുന്നില്ല, അപ്പം സ്വാഭാവികമായിട്ട് റോഡ് അപകടങ്ങൾ കുറയുമല്ലോ. മുങ്ങിമരണമാണ്. ഈ അടുത്ത ദിവസം കണ്ണൂർ, കാസർഗോഡ് അങ്ങനെയായിട്ട് 2-3 ആളുകളോ കുട്ടികളോ ഒക്കെ ഒന്നായിട്ട് മരിക്കുന്ന സംഭവം ഉണ്ടായി. ഈ കൂട്ടമരണം സംഭവിക്കുമ്പോൾ 2 പേരും 3 പേരും ഒന്നായിട്ട് മരിക്കുക, ചെറിയ കുട്ടികളൊന്നായിട്ട്, സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ഒന്നായിട്ട് മരിക്കുന്ന വാർത്ത വരുമ്പോൾ കുറച്ച് ദിവസം നമ്മളത് ചർച്ച ചെയ്യും. അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾ പത്രങ്ങളിലൊക്കെ നിറഞ്ഞൊക്കെ അതോട് കഴിഞ്ഞു. ഒരു ദിവസം കേരളത്തിൽ 3 പേര്, അതായത് ഒരു വർഷത്തിൽ 1000-ലധികം പേര് കേരളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഒരു കൂടുതൽ നടക്കുന്ന ഒരു സമയമാണ്. അത് 30 വയസ്സിന് താഴെയുള്ള ആളുകളാണ് കൂടുതലും മരിക്കുന്നത്. അതിൽ തന്നെ ചെറിയ കുട്ടികൾ, കുട്ടികളും സ്റ്റുഡൻസ് കൂടുതൽ അപകടത്തിൽ മരിക്കുന്നുണ്ട്. കേരളത്തിൽ നീന്തൽ പഠിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലായിട്ടുണ്ട്. പിന്നെ പുഴകളുണ്ട്, തോടുകളുണ്ട്. ഇപ്പം പല തോടുകളൊക്കെ കുറയാണെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പിന്നെ മറ്റേ സ്വിമ്മിംഗ് പൂളുകൾ, മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതിന് പരിശീലനത്തിനായിട്ടുള്ളത്. അതല്ലാതെ തന്നെ ഗ്രാമങ്ങളിലൊക്കെ ഇത്തരം സൗകര്യങ്ങളുണ്ട്. അമ്പലക്കുളങ്ങളും എൻ്റെ നാട്ടിൽ അമ്പലക്കുളം നല്ല രീതിയിൽ വിപുലപ്പെടുത്തിയിട്ടുണ്ട്, വലിയ പൈസ ചിലവാക്കിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ അവർ തയ്യാറാണ്, എല്ലാവർക്കും പഠിക്കാനുള്ള സാഹചര്യം ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട്, ആർക്കും വന്നിട്ട് നീന്തൽ പഠിക്കാനൊക്കെ. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര കൂടുതൽ നമ്മുടെ നാട്ടിൽ ഈ നീന്തൽ പരിശീലനത്തിന് സാധ്യത ഉണ്ടോ, അത് ജലാശയങ്ങളുണ്ടോ, അതേപോലെ തന്നെ ഉള്ളൊരു സാധ്യതയാണ് വെള്ളത്തിൽ വീണ് മരിക്കാനുള്ള സാധ്യത അതുപോലെ കൂടുതലാണ്. പുഴകൾ കൂടുതലുണ്ട്, തോടുകൾ കൂടുതലുണ്ട്. ഈ കോറികളുടെ, പിന്നെ കരിങ്കൽ കോറികളുടെ ഉപയോഗിക്കാതെ ഇറക്കുന്ന വെള്ളം നിറഞ്ഞിറക്കുന്ന സ്ഥലങ്ങൾ, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. വലിയ ആഴം ഉണ്ടാവും അവിടെ, കുത്തനെയുള്ള ഇറക്കങ്ങളായിരിക്കും. അതിന് സൈഡ് ചരിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല വരിക, വലിയ പെട്ടെന്ന് തന്നെ നേരെ ആഴത്തിലേക്ക് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കോറികൾ, ഉപേക്ഷിക്കപ്പെട്ട കോറികളൊക്കെ സംരക്ഷിക്കുക, കൃത്യമായിട്ട് പ്രൊട്ടക്റ്റീവ് ഡിവൈസൊക്കെ ഉപയോഗിച്ചിട്ട്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊന്നും പോയിട്ടും അപകടത്തിൽ പെടാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുക. മറ്റൊന്ന്, ഇത് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഒന്നുമില്ലാതെ പോയിട്ട് നീന്താനിറങ്ങി കുളിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. മുഴുവൻ കേരളത്തിലെ വേറൊരു പ്രശ്നം, നീന്താൻ അറിയുന്ന ആളുകൾക്ക് പോലും, പഠിച്ച ആളുകൾക്ക് പോലും നല്ല രീതിയിൽ നീന്താൻ പഠിക്കുന്നില്ല. മറ്റേ പുഴകളിലൊന്നും വീണാൽ രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യം കുറവാണ്. അതേപോലെ ഈ റെസ്ക്യൂ സിസ്റ്റമൊക്കെ കൂടുതൽ ഓരോ ഏരിയകളിലേക്കും വ്യാപിപ്പിക്കാം. ഒരു സെൻട്രലൈസ് ചെയ്യുന്നതിന് പകരം പല പോക്കറ്റിലേക്കും കൂടെ ഈ റെസ്ക്യൂ സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിലും, അതുപോലെ മുഴുവൻ ജനങ്ങൾക്കും നല്ല നീന്തൽ പരിശീലനം കൊടുക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യാന്നുള്ളതിന് പരിഹാരം. ഏറ്റവും പ്രധാനപ്പെട്ടത്, പാരൻസ് അനാവശ്യമായ സ്ഥലങ്ങളിൽ, ഇപ്പോൾ പരിചയമില്ലാത്ത പുഴകളിൽ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുക, നമ്മൾ പോകാതിരിക്കുക. ഇതും നമ്മുടെ ഒരു പഠനത്തിന് കാരണമാകട്ടെ. നമ്മൾക്ക് മരണവും അപകടം കുറയ്ക്കാനുള്ള ഒരു സമൂഹത്തെ, കുറഞ്ഞുകൊണ്ടുള്ള ഒരു സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. താങ്ക് യു.